കാര്യവട്ടം ക്യാമ്പസിൽ KSU തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി SFI പ്രവർത്തകർ ഇടിമുറിയിലിട്ട് മർദ്ദിച്ചതിൽ അന്വേഷണം പ്രഖ്യാപിച്ചു കേരള VC. ശ്രീകാര്യം പോലീസ് സ്റ്റേഷനിലുണ്ടായ സംഘർഷത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിഞ്ഞവരെ SFI പ്രവർത്തകർ മർദ്ദിച്ചുവെന്നാരോപിച്ച് KSU രംഗത്ത് നിന്നു. മർദ്ദിച്ചവർക്കെതിരെ കേസ് എടുക്കുന്നതുവരെ പ്രതിഷേധം തുടരുമെന്നാണ് KSUവിന്റെ നിലപാട്. അമൽ തേനമ്പറമ്പിലാണ് നമുക്കിപ്പം വിവരങ്ങളുമായി ചേരുന്നത്. അമൽ, നമുക്ക് കാണാം ആ സംഭവം നടക്കുന്ന ഈ സംഘർഷമൊക്കെ നടക്കുമ്പോൾ പോലീസ് അവിടെ ഉണ്ട്, പോലീസ് തടയാൻ ശ്രമിക്കുന്നുമുണ്ട്. ഇതുവരെ കേസ് എടുക്കാത്തത് എന്തുകൊണ്ടാണ്? ഇന്നലെ രാത്രി 9 മണിക്ക് തുടങ്ങിയ സംഘർഷമാണ്. അത് പലയിടങ്ങളിലായി തിരുവനന്തപുരം നഗരത്തിൻ്റെ പലയിടങ്ങളിലായി പിന്നീട് അത് ആവർത്തിക്കുകയും ചെയ്തു. ആദ്യം കാര്യവട്ടം ക്യാമ്പസിൽ പുതിയ വിദ്യാർത്ഥികൾ വരുന്നതുമായി ബന്ധപ്പെട്ട് അവരെ സ്വാഗതം ചെയ്തുകൊണ്ട് KSU ഒരു ഫ്ലെക്സ് സ്ഥാപിച്ചതാണ് ഈ പ്രശ്നങ്ങൾക്ക് തുടക്കം എന്നുള്ളതാണ് അവർ പറയുന്നത്. അതിനുശേഷം അവിടുത്തെ ജില്ലാ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള സാൻജോസിനെ SFI പ്രവർത്തകർ ക്യാമ്പസിലെ ഹോസ്റ്റലിലെ ഇടിമുറിയിൽ കൊണ്ടുപോയി മർദ്ദിച്ചു എന്നുള്ളതാണ് KSU ഉന്നയിക്കുന്ന പരാതി. ഈ പരിക്കേറ്റ സാൻജോസിനെ ആദ്യം തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലും പിന്നീട് മറ്റൊരു ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു. അതിനുശേഷം ഈ പരാതിയിൽ കേസെടുക്കാത്ത ഇത്തരമൊരു പരാതി സ്റ്റേഷനിൽ നൽകിയിരുന്നു. പക്ഷേ കേസെടുക്കാൻ പോലീസ് തയ്യാറായില്ല. കേസെടുക്കാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് അർദ്ധരാത്രിയിൽ M. വിൻസെന്റ് MLA-യുടെയും അതോടൊപ്പം തന്നെ ചാണ്ടി ഉമ്മൻ MLA-യുടെയും നേതൃത്വത്തിൽ ശ്രീകാര്യം പോലീസ് സ്റ്റേഷന് മുന്നിൽ KSU പ്രവർത്തകർ ഉപരോധം സംഘടിപ്പിച്ചു. ആ ഉപരോധം നടക്കുന്ന സമയത്താണ് ക്യാമ്പസിൽ നിന്നും കൂടുതൽ SFI പ്രവർത്തകർ അവിടേക്ക് എത്തുകയും അവിടെ വീണ്ടും ഒരു സംഘർഷാവസ്ഥ ഉണ്ടാകുകയും ചെയ്തത്. തുടർച്ചയായി കല്ലേറും മറ്റുമുണ്ടായി. പോലീസുകാരനടക്കം പരിക്കേറ്റ് ആശുപത്രിയിലേക്ക് മാറേണ്ട അവസ്ഥയുണ്ടായി. ഒരു KSU പ്രവർത്തകരും പരിക്കേറ്റിട്ടുണ്ട്. അവിടേക്കെത്തിയ M. വിൻസെന്റ് MLA-യെ തടയാനുള്ള ശ്രമവും SFI പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുമുണ്ടായി. പോലീസ് നോക്കി നിൽക്കുകയാണ് ഈ സംഭവങ്ങളെല്ലാം നടന്നത്. അതിനുശേഷം കേസെടുക്കാമെന്നുള്ള ഉറപ്പിലാണ് ഈ ഉപരോധ സമരം രാത്രി 2 മണിയോടുകൂടി KSU പ്രവർത്തകർ അവസാനിപ്പിച്ച് അവിടെ നിന്നും പിരിഞ്ഞു പോകുന്നത്. അവിടെ നിന്നും പിരിഞ്ഞുപോയ പ്രവർത്തകരിൽ പരിക്കേറ്റ ചില ആളുകൾ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ആയിരുന്നു. ആ മെഡിക്കൽ കോളേജിലേക്ക് ഈ ക്യാമ്പസിലെ കൂടുതൽ SFI പ്രവർത്തകർ എത്തി അവിടെ ഉണ്ടായിരുന്ന ആളുകളെ വീൽ ചെയറിലടക്കം ഇരുന്ന ആളുകളെ വീണ്ടും മർദ്ദിച്ചു എന്നുള്ളതാണ് KSU ഉന്നയിക്കുന്ന പരാതി. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്തായാലും ശക്തമായ സമരത്തിലേക്ക് പോകാൻ തന്നെയാണ് KSUവിൻ്റെ തീരുമാനം. ഇന്നിപ്പോൾ നിയമസഭയില്ല. നാളെ നിയമസഭാ സമ്മേളനം ചേരുമ്പോൾ ഈ വിഷയം അടിയന്തര പ്രമേയമായോ അല്ലെങ്കിൽ സബ്മിഷനായോ സഭയിൽ അവതരിപ്പിക്കാനുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ നടത്തുന്നത്. പ്രത്യേകിച്ചും തേനമ്പറമ്പിലാണ് വിവരങ്ങൾ നൽകിയത്. ഇന്നലെ ഇപ്പം അമൽ പറഞ്ഞതുപോലെ മണിക്കൂറുകളായി നടക്കുന്ന സംഘർഷമാണ്, ഉപരോധമാണ്. ഇതുവരെ ഒരു നടപടിയും പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. കേസെടുക്കുന്നതുവരെ ഉപരോധം തുടരും അല്ലെങ്കിൽ സമരം തുടരുമെന്നാണ്, പ്രതിഷേധം തുടരുമെന്നാണ് KSU അറിയിക്കുന്നത്.